ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മക്കളുടെ അടുത്തോട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ അക്കാഡമിയിലേക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം എടുത്തു കഴിഞ്ഞ് എൻ്റെ ചെടികളുടെ അടുത്തോട്ട് പോയി അവർക്ക് കുറച്ച് വെള്ളവും കുറച്ച് ആവശ്യത്തിനുള്ള വളവും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. കുറച്ച് പുതിയ പ്ലാന്റ്സും ഉണ്ടായിരുന്നു. അവരെ ഹസ്ബൻഡാണ് കൊണ്ടുവച്ചത്. ഞാൻ ഇന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് തന്നെ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ ഉള്ള കെയർ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് കെയർ കൊടുത്ത് കുറച്ച് നേരം അവരോട് നിന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇത് സിങ്കോണിയോ ആണ്, പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. അവനൊരു പ്രത്യേക ഭംഗിയാണുള്ളത്. ഇവന്തോ പൂവൊന്നും വെക്കില്ലെങ്കിൽ പോലും എന്തോ ഒരു ഭംഗി അവനിലുണ്ട്. അത് ആ ഒരു കളർ, ആ ഒരു കിളിപ്പച്ച കളർ കൊണ്ടിട്ടാണോ അറിയില്ല. ഈ ഒരു റോസും അതുപോലെ തന്നെ കറ്റാർ വഴിയും ചാവാറായ പരുവത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ആ റോസിൽ രണ്ട് മൊട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ യവൻ്റെ ഈ ഒരു ഇല കാണുന്ന ആ ഇലയിൻ്റെ തിക്നെസ്സും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇതും പുതിയ ആളാണ്. ഗോൾഡൻ ബോൾ എന്ന് പറയും. നമ്മൾ ഈ സൈഡിലൊക്കെ നമ്മളുടെ വീട്ടിൻ്റെ ഒരു ബോർഡർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമല്ലോ, ആ ചെടിയാണ്. പിന്നെ തെറ്റി, പിങ്ക് കളർ തെറ്റി. ഹസ്ബൻഡ് റെഡ് കളർ എടുക്കാൻ പറഞ്ഞു, പക്ഷെ പിങ്ക് അല്ലേ ഒരു വെറൈറ്റി. റെഡ് നമുക്ക് കോമൺ ആണല്ലോ. പിന്നെ വാങ്ങിയ പുതിയ ചെടി നന്ദിയാർവട്ടമാണ്. ഈ ഒരു സിങ്കോണിയോ ഉണ്ടല്ലോ, എനിക്കെന്തോ എപ്പോഴും അവനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. അത്ര ഭംഗി, തൊടാൻ തോന്നുന്നുണ്ട്. എല്ലാവർക്കും കീടങ്ങളൊന്നും വരാതിരിക്കാനായിട്ടുള്ള മരുന്ന് ഞാൻ അടിച്ചു കൊടുത്തു, വെള്ളവും കൊടുത്തു. ഇത് അന്ന് ഞാൻ നട്ട ആൾക്കാരാണ്. അവരിൽ കുറച്ച് പേരൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. പയർ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി. ഞാൻ ഒരു കവർ മൊത്തത്തിൽ പൊട്ടിച്ച് ഇട്ടില്ല വിത്ത്. വളരെ കുറച്ച് വിത്തേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം എല്ലാവരും കുഴപ്പമില്ലാതെ നിൽക്കുന്നു. പക്ഷേ വെജിറ്റബിൾ പ്ലാന്റ്സിൽ എനിക്ക് കണ്ടതെന്ന് വെച്ചാൽ അവർ വെയിലത്ത് നിന്നപ്പോൾ കുറച്ചുകൂടി ഒരു പുഷ്ടിയിൽ നിന്നു. വെയിലത്ത് നമുക്കിപ്പോൾ വീട്ടിലില്ലാത്ത സമയത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അവിടെ ഇരുന്ന് അവർ കരിഞ്ഞുണങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഷെയ്ഡിൽ കൊണ്ടുവച്ചത്. പക്ഷേ അവിടെ വെയിലത്ത് നിന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴും കുറച്ചധികം പുഷ്ടി ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ ഒരു വിഷമം പോലെ അവർക്ക്. എന്നെ കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല. തക്കാളിയിൽ മുട്ടക്ക് വന്നിട്ടുണ്ടായിരുന്നു. താമരയുടെ അപ്ഡേറ്റ് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. കാര്യം ഞാൻ വന്നിട്ട് കുറച്ചധികം വെള്ളം വീഴ്ത്തിയായിരുന്നു. ഒരു ഇല ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു.